തലസ്ഥാന ജില്ലയിലേക്ക് പോവുകയാണ്. അവിടെ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗമൊക്കെ ചേരുന്നുണ്ടല്ലേ? തദ്ദേശ വാർഡ് പുനർവിഭജനത്തിനുള്ള ഓർഡിനൻസിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടുമെന്ന പ്രതീക്ഷയിൽ നിയമസഭാ സമ്മേളനത്തിലുള്ള തീയതി ഇന്ന് തീരുമാനിക്കാനായിരുന്നു സർക്കാർ. പോയാൽ ബില്ല് കൊണ്ടുവരുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. സാധാരണ ബുധനാഴ്ചകളിൽ ചേരുന്ന പതിവ് മന്ത്രിസഭായോഗം ഇന്നു ചേരാൻ തീരുമാനിച്ചതിന് പ്രത്യേക കാരണമുണ്ട്. തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന് അംഗീകാരം നൽകിയ തദ്ദേശ വാർഡ് പുനർവിഭജനത്തിനുള്ള ഓർഡിനൻസിൽ ഗവർണർ ഇതിനോടകം ഒപ്പുവെക്കുമെന്നായിരുന്നു സർക്കാർ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ നിയമസഭാ സമ്മേളനത്തിന് ശുപാർശ ചെയ്യാനായിരുന്നു സർക്കാർ നീക്കം. നിയമസഭാ സമ്മേളനം തീരുമാനിച്ചാൽ പിന്നെ ഓർഡിനൻസ് നിലനിൽക്കില്ല എന്നുള്ളതുകൊണ്ടാണ് സർക്കാർ അത്തരമൊരു നീക്കം നടത്തിയത്. എന്നാൽ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി ഓർഡിനൻസ് തിരിച്ചയച്ച ഗവർണറുടെ നടപടി സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഒന്നുകിൽ ഇന്നത്തെ മന്ത്രിസഭായോഗം നിയമസഭാ സമ്മേളനം ചേരാൻ ഗവർണറോട് ശുപാർശ ചെയ്യില്ല. ഓർഡിനൻസ് പുറത്തിറക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്കായി കാത്ത ശേഷമാകും സഭാ സമ്മേളനത്തിൽ തീരുമാനിക്കുക. പക്ഷേ ഓർഡിനൻസിന്റെ നടപടിക്രമങ്ങൾ വൈകാൻ സാധ്യതയുള്ളതിനാൽ അനന്തമായൊരു കാത്തിരിപ്പിന് സർക്കാർ മുതിരാനുമിടയില്ല. അങ്ങനെയെങ്കിൽ ഇന്നത്തെ മന്ത്രിസഭായോഗം നിയമസഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ച ഗവർണറോട് ശുപാർശ ചെയ്യും. ശേഷം സഭാ സമ്മേളനത്തിൽ തദ്ദേശ വാർഡ് പുനർവിഭജനം ബില്ലായി അവതരിപ്പിക്കാനാകും സർക്കാർ ശ്രമിക്കുക. ജൂൺ 10 മുതൽ സഭാ സമ്മേളനം ചേരാനാണ് സർക്കാർ ആലോചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം.